ഇപ്പോൾ ബ്രിഗേഡിയർ ശ്രീ മോഹനൻ പിള്ള അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. കരസേന മുൻ ഓഫീസറാണ് അദ്ദേഹം. ശ്രീ മോഹനൻ പിള്ള, ഇന്നത്തെ ഈ ബ്രീഫിംഗ് വന്നതോടുകൂടി ഇന്ന് ജില്ലാ കളക്ടറാണ് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ വിശദീകരിച്ചത്. അവർ ഒരു പ്ലാൻ ബിയുടെ കാര്യമാണ് സൂചിപ്പിച്ചത്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും ഒരു ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ, അല്ലേ? തീർച്ചയായിട്ടും, അതായത് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു കാര്യവും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്ന്. രണ്ടാമത്, വീണ്ടും ബാക്ക് ടു സ്ക്വയർ വൺ എന്നുള്ള രീതിയിൽ പലരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആ ജംഗ്ലാർ ടൈപ്പ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ടല്ലാതെ വേറെ ഒരു വഴിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരുടെയും മുന്നിൽ വരുന്നില്ല. അതുപോലെ ടച്ചർ അത് അവിടെ പ്രശ്നമാണ് എന്ന് പറയുന്നുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ രീതിയിൽ മാത്രമേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ ഓപ്പറേഷൻ ഒരിക്കലും കോൾ ഓഫ് ചെയ്യില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ഇതാണ്, നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാരണവശാലും ആരെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ സിസ്റ്റം അനുസരിച്ച് നമ്മളിപ്പം വർക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായി. അപ്പം തുടക്കം പിഴച്ചപ്പം എല്ലാം പിഴച്ചു എന്നുള്ള ആ ഒരു കൺസെപ്റ്റില് നമ്മൾ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇനിയിപ്പോ നമ്മൾ ആരെയും ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല ആ ഒരു പോയിന്റില്. പക്ഷെ ഇനിയും നമ്മൾ ടാർഗറ്റ് അത് ചെയ്തെടുത്തോളം കാലം ബാക്കിയുള്ളത് കൂടി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം ഡിസാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇതിൽ നിന്നാണല്ലോ ഭാവിയിലേക്കുള്ള ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം, ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇനി ഭാവിയിൽ ഇങ്ങനെയുള്ള അർജുന്മാരുണ്ടാവാതിരിക്കാനുള്ള ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം എന്തായാലും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഈ ഓപ്പറേഷൻ സക്സസ് ആകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്ലാനിങ് ഇപ്പോൾ നടത്തുന്ന പ്ലാനിങ് അനുസരിച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്കിപ്പോഴുള്ള ഒരു വിശ്വാസം ക്യാബിൻ സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്താ പറയുക, ഇതിലായിരിക്കും അർജുനെ നമുക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വെച്ച് തന്നെ വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ട്. അല്ലാതെ നമ്മള് ഡിസാർട്ട് ആയിട്ടൊരു കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് അങ്ങനെയായി. അതില് പാളിച്ചകൾ പലതുണ്ട്. അതിപ്പം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. പാളിച്ചകളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ടൈമേ അല്ല ഇപ്പം. ആ ഒരു രീതിയിൽ നമ്മളിപ്പോ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എല്ലാം മറന്നതിന് ശേഷം ഇനിയിപ്പോ സൈന്യത്തിന് കൊടുത്തിട്ടുള്ള ടാസ്ക് അവർ കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതിനകത്ത് ആർക്കും ഒരു സംശയമില്ല. പക്ഷെ സൈന്യത്തിന് കിട്ടിയ ടാസ്ക് അതനുസരിച്ചിട്ടുള്ള ഇതിലായിരുന്നു. രണ്ടാമത് എന്താ പറയുക, വാട്ടർ ഫ്ലോ അണ്ടർ കറണ്ട്, അതിനെ നമ്മൾ ഓവർകം ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു റീസൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റില്ല. ഒരു റീസൺ അല്ല. അതായത് അണ്ടർ കറണ്ട് ഉള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഇതിലോട്ട് പോകാം എന്നുള്ള രീതിയിൽ. പക്ഷെ അതൊരു റീസൺ ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ കുറയാതെ അതൊരു സാധാരണ രീതിയിലേക്ക് 2 to 3 knots വരെ എത്താതെ ഡൈവേഴ്സിനെ അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് അങ്ങോട്ട് എടുത്തു ചാടിക്കുക എന്നുള്ളത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നതിൽ തട്ടി തന്നെയാണ് ഈ മിഷൻ നിൽക്കുന്നത്. പിന്നെ ഡ്രഡ്ജിങ്ങിന്റെ കാര്യമാണ്, അത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്നുള്ള കാര്യം ഇന്ന് കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തു. അത് ഇമ്പോസിബിൾ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പോസിബിലിറ്റി അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിലും അതായത് ഡിഫൻസ് ഫോഴ്സസ്, ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഡിഫൻസ് ഫോഴ്സസ് ഫേസ് ചെയ്യുന്നത് ഇതിലും കൂടിയ ടെറൈനും അതുപോലെ തന്നെ സിറ്റുവേഷൻസും ആണ്. അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് അതിനെ ഫേസ് ചെയ്യേണ്ട. ഇവിടെ ഇപ്പൊ ഈ അണ്ടർ കറന്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അതിന് പോസിബിലിറ്റീസ് ഉണ്ട്. അതിനൊരു ഞാൻ പറയുന്ന മാതിരി ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ അത്ര ഈസി അല്ല. പക്ഷെ നമുക്ക് കുറെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് 2-3 ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു അണ്ടർ കറന്റ്. പക്ഷെ അത് ആ ഒരു ആംഗിളിലോട്ടായിരുന്നു അത്രയും ചിന്തിച്ചില്ല. കാര്യം എല്ലാവരും ടാർഗറ്റിന്റെ പുറകിലായിരുന്നു. നമ്മൾ ഈ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ പോയി. അപ്പൊ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫർദർ അതിന്റെ സങ്കീർണതയിലോട്ട് പോയി. അവിടെയാണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷയം വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
പക്ഷെ ഇപ്പോൾ ഓരോ ദിവസവും ടാർഗറ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വീണ്ടും പോവുകയാണ്. ഇന്നും അതിലേക്ക് തന്നെയാണല്ലോ പോയത്. അപ്പോൾ ഇന്നലത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സിഗ്നൽ. അപ്പോൾ ചിലപ്പോൾ ഒരു മൂവ്മെന്റ് സംഭവിച്ചതാണ് എന്ന് പോലും ഇപ്പോൾ ആ രീതിയിലുള്ള വിലയിരുത്തലുകളും വരികയാണ് ആ വാഹനത്തിന്, ലോറിക്ക്. തീർച്ചയായിട്ടും മഞ്ജുഷ, അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഞാനത് നേരത്തെ തന്നെ പറയുന്നത് കറക്റ്റാണോ അല്ലയോ എന്നിരുന്നാൽ പോലും നമ്മൾ ടാർഗറ്റ് ഐഡന്റിഫൈ ചെയ്തു. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു 50 മീറ്ററിനുള്ളിൽ തന്നെ റിവറിൽ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അത് റിക്കവർ ചെയ്യാനുള്ള പ്രൊസീജിയർ ആവേണ്ടിയിരുന്നു നമ്മുടെ പ്രൈം ടാസ്ക്. അത് കഴിഞ്ഞ് 2-3 ദിവസം കൊണ്ട്. പക്ഷെ അത് കൂടാതെ വീണ്ടും ഫർദർ തെർമൽ ഇമേജ് എല്ലാവർക്കും അറിയാം, ടെമ്പറേച്ചർ വേരിയേഷൻ വെച്ച് ഐഡന്റിഫൈ ചെയ്തു. ഹ്യൂമൻ ബീയിങ്ങിൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നോർമൽ ഒബ്ജക്റ്റിൽ നിന്നും ടെമ്പറേച്ചർ വേരിയേഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ സാഹചര്യം വളരെ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അത് അംഗീകരിച്ചേ പറ്റുള്ളൂ ആ ഒരു സാഹചര്യം. അപ്പോൾ വീണ്ടും നമ്മൾ തെർമൽ ഇമേജ് എന്ന് പറഞ്ഞു പോകുന്നതിന്റെ പ്രായോഗിക ബുദ്ധി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഈ 2 ദിവസമായിട്ട് നമ്മൾ അത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അത് മാത്രം ചെയ്യുന്നു. ഒരു ദിവസം ഒരു എന്താ പറയാ എർത്ത് റിമൂവർ, JCB, ലോങ് ആം വന്നിട്ട് ബൂമർ അത് വന്ന് അതിന്റെ തന്നെ അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കുറെയൊക്കെ ലാക്സിറ്റി വന്നിട്ടുണ്ട് എന്നില്ല, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ലാക്സിറ്റി ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. നമ്മളിപ്പോ 2 ദിവസം മുമ്പ് തന്നെ ഇത് ഫിഷ് ഔട്ട് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ട കാര്യം, അതായത് ട്രക്ക് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ടാർഗറ്റ് കണ്ടല്ലോ, അത് ട്രക്ക് അല്ലെങ്കിൽ പോലും അത് ഉയർത്തിയെങ്കിൽ മാത്രമല്ലേ എന്താണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. ലെറ്റ് ഇറ്റ് ബി ട്രക്ക് അല്ല എന്ന് തന്നെ വിചാരിക്കുക. അപ്പോഴല്ലേ നമുക്ക് ഫർദർ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ വീണ്ടും അതിനകത്ത് എന്തുണ്ട് എന്ന് പരിശോധിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ബോക്സിനകത്ത് എന്നാ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിൽ നല്ലത് ആ ബോക്സ് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രൈമറി ടാസ്ക്. കാര്യം ഈ സിറ്റുവേഷൻ ഇത്രയും ആയതുകൊണ്ട്. അതേസമയം ബോക്സിനകത്ത് എന്തുണ്ട് ഐഡന്റിഫൈ ചെയ്യേണ്ടത് 1-2 ആക്സിഡന്റ് കഴിഞ്ഞ് 1-2 ദിവസത്തിനകമായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എന്താ പറയാ ആ ഒരു രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. നമുക്കത് അതിനകത്ത് അവരുടെ ആ ഒരു എക്സസൈസ് ആ രീതിയിലാണ് ചിന്തിച്ചത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് ആണ് വരുന്നത്. ഞാൻ ഡേ 1 മുതൽ പറയുന്നുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക, ഫ്ലോ കൺട്രോൾ ചെയ്യാനായിട്ട് തൗസൻഡ്സ് ഓഫ് സാൻഡ് ബാഗ്. അത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, കുത്തൊഴുക്കുള്ള ഡാം ഒക്കെ നിർമ്മിക്കുന്നത് പോലും അതിന് ബ്ലോക്ക് ഇതിടുന്നത് ചെക്ക് ഡാം ഉണ്ടാക്കുന്നത് സാൻഡ് ബാഗാണ്. സാൻഡ് ബാഗ് ഒരു എത്ര ഇത് വന്നു കഴിഞ്ഞാലും ഒലിച്ചു പോകില്ല. 8 നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8 നോട്ട് 15 കിലോമീറ്റർ പെർ അവർ ആണ്. 15 കിലോമീറ്റർ പെർ അവർ ആണ് 8 നോട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്താണ് അതിനകത്തോട്ട് അത് മോർ എക്സ്പേർട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആംഗിളിൽ ഇതിനെ ചിന്തിച്ചില്ല എന്ന് വേണം നമുക്ക് കാണാൻ. അപ്പോൾ താങ്കൾ പറയുന്നത് പറ്റുമെന്നാണോ? നേവിക്ക് അത് പറ്റും എന്നുള്ളത് തന്നെയാണോ താങ്കൾ പറയുന്നത്? 100% പറ്റും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഒരു മുൻ നേവി ഓഫീസർ ഉണ്ട്, അത് രാജേഷ് രാംകുമാർ, കമാൻഡറാണ്. ശ്രീ രാജേഷ് രാംകുമാർ, പക്ഷെ ഇപ്പോൾ ഈ ബ്രിഗേഡിയർ മോഹനൻ പിള്ള പറയുന്നത് നേവിക്ക് ആക്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. താങ്കൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് ഡിബേറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല, എന്നാലും ഐ റെസ്പെക്ട് ബ്രിഗേഡിയേഴ്സ് ഒപ്പീനിയൻ. പക്ഷെ ഹ്യൂമൻലി അവിടെ ഡൈവ് ചെയ്യാൻ പറ്റില്ല. ശ്രീ മോഹനപിള്ള, അങ്ങനെ ഒരു ഡൈവിംഗ് സാധ്യമല്ല എന്നാണ് ഇന്നലെ അത് ദൗത്യ സംഘത്തിന്റെ തലവനും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ വിട്ടുകഴിഞ്ഞാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ്. ഡൈവിംഗ് ഇൻ ദ സെൻസ് ജസ്റ്റ് ക്ലോസ് ടു ദാറ്റ്. എന്താണ് വാട്ട് ഐ മീൻ ടു സേ, ഇത് ഓഷ്യൻ മാതിരി അവിടെ ഡൈവ് ചെയ്ത് എടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അണ്ടർ കറന്റ് ഉണ്ട്, അണ്ടർ കറന്റ് കൺട്രോൾ ചെയ്യുക. അണ്ടർ കറന്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇതേ സെയിം സിറ്റുവേഷൻ കാസിരംഗ ബ്രഹ്മപുത്രയിൽ ഉണ്ടായപ്പോൾ ഞങ്ങൾ അണ്ടർ കറന്റ് കൺട്രോൾ ചെയ്ത് ജസ്റ്റ് ഈ ഒരു രീതിയിലോട്ട് പോയില്ല. അതായത് 1500 തോന്നുന്നു, അല്ലെ 2000 അടുത്ത് സാൻഡ് ബാഗ് മാത്രം അടുക്കി അതിൽ നിന്ന് റോഡിൽ വെളിയിൽ നിന്ന് കരയിൽ നിന്ന് റിവറിലോട്ട് ഒരു അപ്രോച്ച് കുറച്ചുണ്ടാക്കി. അപ്പം നമ്മൾ ഫ്ലോ മൊത്തം കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഫ്ലോ കുറച്ച് കൺട്രോൾ ചെയ്തതിന് ശേഷമാണ്
ഇത് ചെയ്യേണ്ടത്. ഇപ്പം ഓഫ് കോഴ്സ് നേവി ആസ് ഓഫ് നൗ ദ പ്രസന്റ് എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നേവി ഡൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നേവി ഡൈവ് ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ഹാവ് ടു ക്രിയേറ്റ് എ സിറ്റുവേഷൻ ഫോർ ദം ടു ഡൈവ്. വി ഹാവ് ടു. അവിടെയാണ് അതിന് പ്രശ്നം. അല്ലാന്നുണ്ടെങ്കിൽ ഡൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് റിവറിലുണ്ട്, എല്ലാവർക്കും അറിയാം. നമ്മൾ ഡൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ്? ഹൗ ദ പീപ്പിൾ വിൽ ഡിപ്പെൻഡ്. ആൾക്കാര് ജനങ്ങളുടെ മുന്നിൽ നമ്മളൊരു വേറൊരു ഇതില്ലേ, എല്ലാവരും നേവിയിലോട്ട് ഉറ്റുനോക്കുന്നു, അല്ലെ ഡിഫൻസ് ഫോഴ്സസിൽ ഉറ്റുനോക്കുമ്പോൾ ഇതൊരു കോർഡിനേറ്റഡ് എഫേർട്ട് ആയിരിക്കണം. അണ്ടർ കറന്റ് കൺട്രോൾ സംഹൗ വി ഹാവ് ടു കൺട്രോൾ ഇറ്റ്. കൺട്രോൾ ചെയ്തതിനു ശേഷം മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. പക്ഷെ അത് കുറച്ച് ഏരിയയിൽ കൺട്രോൾ ചെയ്തിട്ട് നീങ്ങാൻ പറ്റും. അതിനകത്ത് യാതൊരു സംശയവും. അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് മൊത്തമല്ല, അതായത് കറണ്ട് അറസ്റ്റ്, അതായത് ഒരു 1 മീറ്റർ അല്ലെ 1.5 മീറ്റർ അല്ലെ 2 മീറ്റർ, അപ്പോൾ തന്നെ അതിന്റെ ഡിഫറൻസ് ഉണ്ടാവും അവിടെ. അത്രയും മാത്രം ചെയ്താൽ മതി. അത് അന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ബ്രഹ്മപുത്രയിലെ ഫ്ലോ ഇതിലും ഹെവിയാണ്. പക്ഷെ അതാണ് എനിക്ക് ഇത് മനസ്സിലാവാത്തത്. ഓഫ് കോഴ്സ് ഇതിനകത്തോട്ട് ഇപ്പം ജമ്പ് ചെയ്യാൻ പറ്റുമോ? അത് കറണ്ട് ഉണ്ട്, അണ്ടർ കറണ്ടിൽ അത് ജമ്പ് ചെയ്യാൻ പറ്റും, കറക്റ്റാണ്. ഡൈവേഴ്സിന് പറ്റില്ല. പക്ഷെ അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്ട്രേറ്റ് അവേ പറ്റില്ല. ശരി ശരി ശ്രീ മോഹനൻപിള്ള. ശ്രീ രാജേഷ് രാംകുമാർ, അതിനുള്ള ഒരു താങ്കൾ നേരത്തെ തന്നെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു, അത് തന്നെ ആയിരിക്കുമല്ലോ അതിനുള്ള മറുപടി? പ്രസന്റ് സിറ്റുവേഷനിൽ നടക്കില്ല, അതിന് നേവിയെ അതിന് നിർബന്ധിച്ചിട്ടും കാര്യമില്ല, അവർ ചെയ്യുകയുമില്ല, അല്ലേ? അതെ. ആൻഡ് ഞാൻ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ ഉണ്ട്. കാരണം ഇതിനകത്ത് ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ നമുക്കൊരു എല്ലാ ഒപ്പീനിയൻസും ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ നമ്മള് സപ്പോസ് നമ്മൾ കറന്റ് എന്തെങ്കിലും ഒരു എന്റർപ്രൈസ് വെച്ചിട്ട് നമ്മളിപ്പോ കറണ്ട് കുറച്ചു എന്ന് വെച്ചോളൂ. പിന്നെ ഇറ്റ് ഇസ് വെരി ചാലഞ്ചിങ്. കാരണം ഇങ്ങനത്തെ ഈ റിവർ ബെഡ്സ് ആർ വെരി കോംപ്ലെക്സ്. അപ്പോൾ ഈ പല ഫാൾസ് എക്കോസും ഫാൾസ് സിഗ്നൽസും ഉണ്ടാവാം. ആൻഡ് ഒന്ന് ചെക്ക് ചെയ്യും, മറ്റേത് ചെക്ക് ചെയ്യും. പിന്നെ എന്താ പറ്റുക വെച്ചാല് പല സിഗ്നൽസും ഡീപ്പ് ഇൻ ടു ദ സിൽറ്റ്. അപ്പൊ ശരിക്കും ഡൈവേഴ്സിനൊന്നും അവർ കണ്ടുപിടിക്കാൻ തന്നെ പറ്റില്ല, അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അവരകത്ത് പോയി കഴിഞ്ഞാൽ അവർ തന്നെ ആ സിൽറ്റിലേക്ക് ദേ കൻ ആക്ച്വലി ഗോ ഡൗൺ ഇൻ ടു ദ സിൽറ്റ്. ഇറ്റ് വിൽ ബി വെരി വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് ഈ മൾട്ടിപ്പിൾ കോൺടാക്ട്സ് ഉള്ള കോംപ്ലെക്സ് സീ ബെഡ്സ്, റിവർ ബെഡ് ഉള്ളപ്പോ എവിടെ സെർച്ച് ചെയ്യാൻ പറ്റുക? അത് ഇപ്പോ വെള്ളം ഓക്കെ ഫ്ലോ കുറച്ചാലും കുറെ ഫോൾസ് എക്കോസ് ഉണ്ടോ? ഇപ്പൊ നമ്മള് ഇപ്പൊ തന്നെ കണ്ടില്ലേ, 4 പ്രോമിസിങ് പ്ലേസസിൽ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വി ആർ നോട്ട് ഏബിൾ ടു റീച്ച് ദേ. പിന്നെ നമ്മൾ റീച്ച് ചെയ്താലും ഇതിന്റെ റിക്കവറീസ് ഭയങ്കര കോംപ്ലെക്സ് പരിപാടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആ സിൽറ്റിനകത്ത് കൂടെ നമ്മൾ എയർ ജെറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് എവിടെ എത്തണ്ടേ, അത് തന്നെ ഭയങ്കര ഒരു കോംപ്ലെക്സ് ഒരു ഓപ്പറേഷനാണ് എയർ ജെറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്തുനിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഹ്യൂമൻ എലൈവ് ഹോപ്പ്ഫുള്ളി റിക്കവർ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഒരു വളരെ കോംപ്ലെക്സ് ഓപ്പറേഷൻ കഴിഞ്ഞാലേ ശരിക്കും ട്രക്കിനെ അവിടെ നിന്ന് അനക്കാനേ പറ്റുള്ളൂ. കാരണം അത്രയധികം സക്ഷൻ ഉണ്ടാവും, ബോട്ടം സക്ഷൻ. സോ ഇത് ഭയങ്കര കോംപ്ലെക്സ് ഒരു ഓപ്പറേഷനാണ്. ആൻഡ് ആദ്യത്തെ സ്പീക്കർ പറഞ്ഞ പോലെ യുവർ ബിഗ്ഗസ്റ്റ് എനിമി ഈസ് യുവർ നേച്ചർ, ഈസ് ദ നേച്ചർ. അത് നമ്മൾ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്തൊക്കെ കുറച്ചാലും നെക്സ്റ്റ് കോൺടാക്ട് വരും ആൻഡ് ഡെപ്ത് ഇസ് കൺസിഡറബിൾ ദേ. അപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ.